അപ്പോൾ ഹലോ ഓൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ എണീറ്റ് വൈശാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഈ പോട്ട് എടുക്കാൻ പോയതാട്ടോ. ഈ പോട്ടിൻ്റെ പേര് പൊയ്ക്കി പോട്ട് എന്നാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്രായി ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പൊയ്ക്കിയും അതുപോലെ തന്നെ റെലവൻസ് ഉള്ളൊരു ഫുഡാട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മുടെ ആഫ്രിക്കയിലെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പരിപാടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയ തൊട്ടടുത്ത് തന്നെയുള്ളൊരു 4 Ways മാളിൽ പോകാം. അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് ഓർത്തിട്ടാട്ടോ ഇന്നിരിക്കുന്നത്. 4 Ways മാൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് പോകുന്നതിന് മുന്നേ നല്ലൊരു സ്റ്റീക്ക് കഴിക്കണം എന്നോട് വൈശാനം പറഞ്ഞു. അപ്പോൾ സ്പറിലെ ഒരു സ്റ്റീക്ക് കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വാല്യൂക്കോ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റ് കേട്ടോ. എല്ലാത്തിൻ്റെയും അത്യാവശ്യം നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനത്തിൻ്റെയും ചൈനീസ് വേരിയൻ്റ് വിൽക്കുന്ന ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ചെറുതല്ല, ഭയങ്കര വലിയ സൂപ്പർ മാർക്കറ്റ്. ടോയ്സും ഇലക്ട്രോണിക്സും ഹോം ഗാഡ്ജറ്റ്സും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സ്ത്രീകളുടെ മുടിയുടെ ടെക്സ്ചർ അത് ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവിടെ കണ്ടമാനം ആൾക്കാർ വിഗ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. രസമുണ്ടല്ലേ? ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ക്രിസ്മസ് ആകാൻ ഇനിയുണ്ട് 5-6 മാസം. പക്ഷേ ഇവരുടെ ക്രിസ്മസ് കളക്ഷൻ ഒന്ന് നോക്കിക്കേ. സാന്റാക്ലോസും സ്നോ ഹൗസും ഒക്കെ ഇരിക്കുന്നുണ്ടോ, എന്തൊരു എണ്ണമാണ്. ഇതതുപോലെ തന്നെ ഈ പ്ലഷ് ടോയ്സിൻ്റെ ഒരു സെക്ഷൻ കേട്ടോ. വാല്യൂക്കോ എന്ന് പറഞ്ഞൊരു സ്റ്റോറിൻ്റെ ഉള്ളിലാട്ടോ. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനും കുറച്ച് സമയം കളയാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് കഴിഞ്ഞ് മാളിക്കൂടെ നടക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്ലെയിൻ കണ്ടത് കേട്ടോ. ഇത് ബോയിങ്ങിൻ്റെ ഒരു ഡീകമ്മീഷൻ ചെയ്ത ഒരു വിമാനം കേട്ടോ. ഫുള്ളി ഫങ്ഷനിങ് ആണ്, എല്ലാ മെക്കാനിക്കൽ പാർട്സും ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ നേരെ സ്പറിൽ പോയിട്ടൊരു നല്ലൊരു ലഞ്ച് പിടിക്കാൻ പോകാം കേട്ടോ. എന്താ പിന്നെ ഓർഡർ ചെയ്യുന്നത്? ഞാൻ സ്പറിലെ സ്റ്റീക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് മിന്നു ഓർഡർ ചെയ്തൊരു വാനില മിൽക്ക് ഷേക്ക് കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് കേട്ടോ. ചിറ്റയ്ക്കും അമ്മയ്ക്കും വേണ്ടി ഓരോ വെജ് റോൾ ഓർഡർ ചെയ്തിട്ടോ. ഞാനൊരു സ്റ്റീക്കും പിന്നെ സൈഡായിട്ട് കുറച്ച് വെജീസും കേട്ടോ ഓർഡർ ചെയ്തത്. ഈ ഇരിക്കുന്ന കേട്ടോ മിന്നു ഓർഡർ ചെയ്ത ചിക്കൻ. എനിക്കങ്ങനെ സ്പൂണും ഫോർക്കും ഒന്നും വെച്ച് കഴിച്ച് വലിയ പരിചയമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പഴ ഇടുന്നത്. പക്ഷേ സ്റ്റീക്ക് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ചീസിനകത്ത് ഇട്ടിട്ടോ സ്റ്റീക്ക് നമുക്ക് തന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ പോയ സ്പറിലെ ഏതോ ഒരു കസ്റ്റമറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എംപ്ലോയീസ് വന്ന് ഇങ്ങനെ പാട്ടും ബഹളവും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റീക്ക് കാണാൻ കുഞ്ഞു പീസാണെങ്കിലും ഉണ്ടല്ലോ, കഴിച്ചപ്പോഴത്തേക്ക് വയറാറും ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലൊരു കട കണ്ടു കേട്ടോ. ഇത് മുഴുവൻ മിഠായി വെക്കുന്ന കടയാണ്. എങ്ങോട്ട് നോക്കിയാലും മിഠായികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതവിടെ കണ്ടൊരു വെറൈറ്റി സാധനം കേട്ടോ. ഇതെല്ലാം ചോക്ലേറ്റ്സ് ആണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കഴിച്ച് ചെല്ലുമ്പം ഓരോ ആൽക്കഹോൾസ് ഉണ്ട് കേട്ടോ. വോഡ്കയും റമ്മും വിസ്കിയൊക്കെ. ഇത് ഞാൻ എൻ്റെ അനിയൻ അബിക്കുട്ടിന് വേണ്ടി മേടിച്ചൊരു ടീഷർട്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനൊരു ടീഷർട്ട് കണ്ടു, എവരി ഡേ ഈസ് ബ്രൈഡേ എന്ന്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനത് എടുക്കുകയും ചെയ്തു കേട്ടോ. വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. 2-3 ടീഷർട്ടൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആസ് എക്സ്പെക്റ്റഡ് ചോക്ലേറ്റ് സെൻറ്റർ തന്നെയുണ്ട്. നമ്മൾ ചെക്കേഴ്സിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് കുറച്ച് ബിൽട്ടോങ് ഒക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് വേണം നമ്മുടെ പൊയ്ക്കിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇല്ല പിന്നെ പോവാം. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയായി. നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് നമ്മുടെ ബോക്സുകളൊക്കെ ഒന്നുകൂടെ റീപാക്ക് ചെയ്യണം. അതുപോലെ ഈ മേടിച്ച സാധനങ്ങളെല്ലാം എങ്ങനെയും അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കുത്തി കയറ്റണം കേട്ടോ. നമ്മളിങ്ങോട്ട് വന്ന പോലെ തന്നെ ഒരാൾക്ക് 46 കിലോ പ്ലസ് ഹാൻഡ് ക്യാരിയും കൂടെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ വെയിറ്റൊക്കെ ഓക്കെ ആക്കണം. അതുപോലെ ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ സമയമില്ല. നാളെ 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യും കേട്ടോ. അതിന് മുന്നേ എല്ലാം ഒന്ന് റെഡിയാക്കണം. എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം ഇനി റാപ്പൊക്കെ ചെയ്യണം. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 5 മണി 6 മണി ആയിട്ടോ സമയം. അപ്പോൾ ഇനി നമ്മൾ പൊയ്ക്കി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. പൊയ്ക്കി കുക്ക് ചെയ്യണമെങ്കിൽ 2-3 മണിക്കൂർ വേണം. അപ്പോൾ പൊയ്ക്കി ഉണ്ടാക്കാൻ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.